നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഗ്രീൻ കാർഡ് സംബന്ധിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞ ചില പരാമർശങ്ങൾ പെട്ടെന്നൊരു ചർച്ചയായി, ചിലർക്കെങ്കിലും ആശങ്കയായി. അത് പരക്കെ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഗ്രീൻ കാർഡ് കിട്ടിയവർക്ക് ഗ്രീൻ കാർഡ് ഉണ്ട് എന്നത് അനിയന്ത്രിതമായി ഇവിടെ താമസിക്കാനായിട്ട് എല്ലാ കാലത്തും ഇവിടെ താമസിക്കാനുള്ള ഒരു അവകാശമല്ല. അത് എപ്പോൾ വേണമെങ്കിലും സർക്കാരിന് റദ്ദിയാവുന്നേ ഉള്ളൂ. സർക്കാരിനാണ് അതിൽ അന്തിമമായ തീരുമാനം എടുക്കാനുള്ള അവകാശം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിൽ ആ പറഞ്ഞത് എത്രമാത്രം ശരിയായിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രധാനപ്പെട്ട കാരണം ഈ ഗ്രീൻ കാർഡ് ഒരു നിയമം അനുസരിച്ചാണ് ഗ്രീൻ കാർഡ് കൊടുക്കുന്നത്, പ്രസിഡന്റിൻ്റെ ഉത്തരവ് അനുസരിച്ചല്ല. അപ്പോൾ നിയമം മാറ്റിയാൽ ഇതുപോലെയുള്ളൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. പ്രധാനമായിട്ടും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 2-3 കാര്യങ്ങൾക്ക് മാത്രമാണ് ഗ്രീൻ കാർഡ് റദ്ദാക്കാനുള്ള അധികാരം. അതായത് വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുക, നമ്മൾ എന്തെങ്കിലും തട്ടിപ്പൊക്കെ കാണിച്ചാണ്, വ്യാജരേഖയൊക്കെ കാണിച്ചാണ് ഗ്രീൻ കാർഡ് കിട്ടിയത് എന്ന് തെളിയുക. അതുമല്ലെങ്കിൽ ദീർഘകാലം മറ്റൊരു രാജ്യത്ത് പോയി താമസിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, സുരക്ഷ ഉറപ്പാണല്ലോ, ദേശസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഗ്രീൻ കാർഡ് നഷ്ടപ്പെടുമെന്ന് നമുക്ക് എല്ലാവർക്കും ഏകദേശം ധാരണയുള്ളതാണ്. അതുതന്നെയാണ് വൈസ് പ്രസിഡന്റ് പറഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ദേശസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇസ്രയേലിനെതിരെ ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും മറ്റും വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭം ദേശസുരക്ഷയെ ബാധിക്കുന്ന കാര്യമായിട്ടാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം കണക്കാക്കുന്നത്. അതായത് അമേരിക്കയുടെ വിദേശ നയത്തെ ബാധിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ സർവകലാശാലകളിൽ പുറത്തു നിന്നുള്ളവരോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉള്ളവരോ ഇവിടെ വന്നിട്ട് ഈ സർവകലാശാലയെല്ലാം കുളമാക്കുന്നു. അവിടെ ഒരുപാട് പൈസ കൊടുത്ത ആളുകൾ പഠിക്കുന്നതാണ്, അവിടെ ആളുകൾക്ക് പഠിക്കാൻ പറ്റാതെ വരുന്നു. അതുപോലെ തന്നെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക്, ജൂത വിദ്യാർത്ഥികൾക്ക് സമാധാനമായിട്ട് അതിലൂടെ നടക്കാൻ പറ്റാതെ വരുന്നു. അവർ പേടിച്ചിട്ട് അതിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റാതെ വരുന്നു. അങ്ങനെയൊക്കെ വരുന്നത് രാജ്യത്തിന് ദോഷകരമാണ്, രാജ്യസുരക്ഷയ്ക്ക് എതിരാണ്. ഇങ്ങനെയുള്ളവർ ഇങ്ങോട്ട് വരേണ്ട കാര്യം തന്നെ ഇല്ല. ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അന്നേരം തന്നെ അവർക്ക് വിസ തന്നെ കൊടുക്കില്ലായിരുന്നു എന്നാണ് നേരത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും പറഞ്ഞത്. അപ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയും പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഇവയെല്ലാം നിഷേധിക്കപ്പെടും, വിസയും നിഷേധിക്കപ്പെടും, ഗ്രീൻ കാർഡും നിഷേധിക്കപ്പെടും, ഗ്രീൻ കാർഡും റദ്ദാക്കപ്പെടും. അതൊരു സ്ഥിരമായ റദ്ദാക്കാൻ പറ്റാത്ത ഒരു അവകാശമൊന്നുമല്ല ഗ്രീൻ കാർഡ് എന്നാണ് വൈസ് പ്രസിഡന്റ് പറഞ്ഞത്. അപ്പം നിയമപരമായിട്ടേ അത് പറ്റുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുവരെ. പക്ഷേ ഇപ്പോഴത്തെ ട്രംപ് ഭരണകൂടത്തിൻ്റെ കാലത്ത് നിയമം എന്ന് പറഞ്ഞാൽ ഭരണകൂടം തീരുമാനിച്ചു, എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ തീരുമാനിച്ചു, പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ പോയത് തന്നെ. ഇപ്പം എന്തോ ചെയ്യാനൊക്കെ. ഇപ്പം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി മഹമ്മൂദ് ഖലീലിനെ പിടിച്ചു വെച്ചിട്ട് ഒരാഴ്ചയോളമായി ലൂസിയാനയിൽ കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരിക്കുന്നു. അവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും പലസ്തീനിലേക്ക് കയറ്റിവിടാം. അവിടെ നിന്നുള്ള ആ പ്രദേശത്തു നിന്നുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അതിനെതിരെ കോടതിയിൽ കേസുണ്ട്. കോടതിയാണ് ഇനി അന്തിമമായിട്ട് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു വനിതാ വിദ്യാർത്ഥിനിയെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വേറൊരു ഇന്ത്യൻ വിദ്യാർത്ഥിനി രഞ്ജിനി ശ്രീനിവാസൻ, അവരുടെ വിസ മാർച്ച് 5 റദ്ദാക്കി. അവർ 11-ാം തീയതി തന്നെ അവർ സ്വമേധയാ രാജ്യം വിട്ടുപോയി. അപ്പോൾ ആ രാജ്യം വിട്ടുപോകുന്നത്, അവർ എയർപോർട്ടിൽ ചെല്ലുന്നത്, അതിൻ്റെ വീഡിയോ ഉണ്ട്. തീർച്ചയായിട്ടും എയർപോർട്ടിലെ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ കാണുമല്ലോ. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോയം അത് പങ്കുവച്ചിട്ടുണ്ട്. വളരെ സന്തോഷം ഇവരിങ്ങനെ സ്വമേധയാ സ്ഥലം വിട്ടതിൽ. അതും ആ CBP ആപ്പ് ഉപയോഗിച്ചാണ് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെയും പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്താക്കുമായിരുന്നു. അപ്പം സ്വമേധയാ പോയിക്കൊള്ളാമെന്ന് അവർ ആ ആപ്പിലൂടെ വ്യക്തമാക്കിയതായിരിക്കണം. അതുകൊണ്ടായിരിക്കണമല്ലോ അവർ സ്വമേധയാ പോകുന്നതിൻ്റെ കൃത്യമായ സമയവും എല്ലാം അധികൃതരും അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ അവരുടെ ഡോക്ടറൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെയും ഭാവിക്ക് അതൊരു പ്രശ്നമാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അമേരിക്കയിൽ പഠിച്ച ഒരു ഡിഗ്രി ഇല്ല എന്നതുകൊണ്ട് ഒരാളുടെയും ഭാവി നഷ്ടപ്പെടാനും നശിക്കാനും ഒന്നും പോകുന്നില്ല. എന്തായാലും ഇന്ത്യയിൽ ചെന്ന് കഴിയുമ്പോൾ ഏത് തരത്തിലുള്ള സ്വീകരണമായിരിക്കും എന്നാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ ഈ പ്രക്ഷോഭങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതും ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നതും ഒക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വൈസ് പ്രസിഡന്റും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഒക്കെ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല, അത് രാജ്യസുരക്ഷയുടെ പ്രശ്നമാണ്. ഇവിടെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രതിഷേധം നടത്തിയാൽ അതെങ്ങനെയാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇസ്രായേലിനെ അലോസരപ്പെടുത്തും എന്ന് മാത്രം. പിന്നെ ഈ യഹൂദ വിദ്യാർത്ഥികളെയൊക്കെ
പഠിക്കാൻ അനുവദിക്കാത്ത ഒരവസ്ഥ വരുന്നു, അവർക്ക് പേടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്ത അവസ്ഥ വരുന്നു എന്ന് പറയുന്നത് അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ് താനും. അപ്പം എങ്ങനെയായാലും ഇവിടെ പിന്നെ വലിയ പൈസ കൊടുത്ത് ഇവിടെ വിദ്യാഭ്യസിക്കാൻ വരുന്നവർ അത് ചെയ്താൽ മതി. അല്ലാതെ ഇവിടുത്തെ പ്രക്ഷോഭങ്ങളിലൊക്കെ അന്താരാഷ്ട്ര കാര്യങ്ങളെ പറ്റിയുള്ള പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിലൊരു സാങ്കത്യമില്ല താനും. അതിൻ്റെ പേരിൽ ഈ ഗ്രീൻ കാർഡും മറ്റും റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കടന്ന കൈയായിട്ടും തോന്നുന്നു. ഇപ്പം നമ്മൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. നമുക്കൊരു ജനുവരി 6-ന് ക്യാപിറ്റോൾ ഹില്ലിലൊരു ആക്രമണം നടന്നിട്ടുണ്ട്. 1500 പേരോളം ശിക്ഷിക്കപ്പെടുകയും പിന്നെ ആ കേസിൽ പെടുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രക്ഷോഭം നടന്നൊരു പശ്ചാത്തലവും ഒരു പാരമ്പര്യവുമുണ്ട്. അതൊക്കെ പിന്നെ അതൊന്നും മറന്നുകൊണ്ട് ഈ ഒരു പ്രക്ഷോഭത്തെ മാത്രം വേറൊരു രീതിയിൽ കാണുന്നതും ശരിയാണെന്ന് തോന്നുന്നില്ല. എന്ന് കരുതി ഈ യൂണിവേഴ്സിറ്റികളൊക്കെ പ്രക്ഷോഭത്തിൻ്റെ ഒരു വേദിയും അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു പ്രതിഷേധത്തിലൂടെ തീർക്കാനുള്ള അവസ്ഥ ഉണ്ടാവുകയും ചെയ്യരുത്. അതുകൊണ്ട് ഗ്രീൻ കാർഡ് ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് സിറ്റിസൺഷിപ്പിന് അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിയുന്നത്ര നേരത്തെ സിറ്റിസൺ ആകാൻ നോക്കുക. സിറ്റിസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ ഒരു 99% പേടിക്കാതിരിക്കാം. എന്നാൽ പോലും അത്ര ഉറപ്പില്ല. വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് റദ്ദാക്കി തിരിച്ചയക്കാനുള്ള വകുപ്പുണ്ട്. അതിനു പുറമെ ഈ സിറ്റിസൺഷിപ്പ് എങ്ങനെ കിട്ടി എന്ന് പുനഃപരിശോധിക്കും. ഈ മുൻകാല പരിശോധന ഒരു റീവിസിറ്റ് ചെയ്യുമെന്നൊക്കെ പിന്നെ നേരത്തെ പറയുകയുണ്ടായി. അതിപ്പോൾ എത്ര കണ്ട് നടക്കും, അത് നടക്കുമോ എന്നൊന്നും പോലും നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സിറ്റിസൺഷിപ്പ് ഉണ്ട് എന്നത് പോലും ഒരു 100% ഉറപ്പായിട്ട് കണക്കാക്കേണ്ടതില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം പറയുന്നത്. അപ്പോൾ ഭരണകൂടം മാറുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ അതിനും ഒരു അസാംഗത്യമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയെപ്പറ്റി നമ്മുടെ ചിന്താഗതി എന്താണ്? അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ റൂൾ ഓഫ് ലോ ആണ്, നിയമം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അല്ലാതെ പ്രസിഡന്റോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റോ ഒരു ഉത്തരവിട്ടാൽ ഉടനെ കാര്യങ്ങളെല്ലാം അതുപോലെയല്ല പോകുന്നത്. ആ ഉത്തരവിനെ ചോദ്യം ചെയ്യാം. ഇപ്പം തന്നെ ഈ പിന്നെ മഹമ്മൂദ് ഖലീലിൻ്റെ അത് കോടതിയിൽ ചോദ്യം ചെയ്തു. ഈ രഞ്ജിനി ശ്രീനിവാസനും ആ ഉത്തരവ് കിട്ടിയപ്പോഴത്തേക്ക്, അവരുടെ വിസ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കിട്ടിയപ്പോഴത്തേക്ക് അവർക്കും അത് കോടതിയിൽ പോകാമായിരുന്നു. കാരണം ഇവിടെ അമേരിക്കയിലുള്ള എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്. അവർക്ക് കോടതിയിൽ പോകാനും പിന്നെ ഒക്കെയുള്ള അവകാശങ്ങളുണ്ട്. ഏതൊരു കാര്യത്തിനും ഏതൊരാൾക്കും, അയാൾ ലീഗലാവട്ടെ ഇല്ലീഗലാവട്ടെ. അപ്പോൾ ആ സ്വാതന്ത്ര്യങ്ങളൊന്നും അവർ ഉപയോഗിച്ച് കണ്ടില്ല. അവർ കൈയോടെ ഈ പിന്നെ വിസ റദ്ദാക്കി ഉടനെ സ്ഥലം വിടുകയാണ് ചെയ്തത്. എന്തൊക്കെയായാലും ഇതൊക്കെ നമ്മളെല്ലാവരും ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിൻ്റെ ഏറ്റവും നല്ല കമൻറ്റ് കണ്ടത് ഇന്ന് പിന്നെ ഞായറാഴ്ച ടൈംസ് സ്ക്വയറിൽ ലാലേട്ടൻ ഫാൻസിൻ്റെ ഒരു പരിപാടിയുണ്ട്. അവിടെ എമ്പുരാൻ സിനിമ ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട്. അപ്പോൾ അതിൽ ആളുകൾ മുണ്ടുടുത്ത് ചെല്ലണമെന്നാണ് പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മലയാളിയിൽ ഇന്ന് ഒരു കമൻറ്റ് കണ്ടത്, അതിനുശേഷം വന്നൊരു കമൻറ്റാണ്, മുണ്ടുടുത്തൊക്കെ പോകാൻ സൂക്ഷിച്ച് പോയിക്കോണം, അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുണ്ടുമൊക്കെ എടുത്തുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ICUം മറ്റും ഉണ്ട്, അവരുമൊക്കെ ഉണ്ടെന്നുള്ളത് ഓർത്തുകൊള്ളണം എന്നൊരു കമൻറ്റ് കണ്ടു. അപ്പോൾ എന്തായാലും നമ്മൾ ഭിന്നരാണെന്നും വ്യത്യസ്തരാണെന്നും ഒക്കെ പിന്നെ അറിയിക്കുന്നത് അതൊരു കേമമായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിന് മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ ഒന്ന് കരുതിയിരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ അവകാശങ്ങളെപ്പറ്റി ബോധവാന്മാരായിരിക്കുക.